ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ യുവജനങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു യുവാവ് പരിശുദ്ധ പിതാവിനോട് ചോദിച്ചു, എന്താണ് വിശ്വാസം? മറുപടിയായി മാർപ്പാപ്പ ആ യുവാവിനോട് പറഞ്ഞു, വിശ്വാസം എന്നത് ഒരു ദൈവിക ദാനമാണ്. ആ ദാനം നാം ദൈവകരങ്ങളിൽ നിന്ന് എളിമയോടെ സ്വീകരിക്കുകയും അത് ആത്മാർത്ഥമായി ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് ദാനമായി നൽകുകയും ചെയ്യേണ്ട ഒന്നാണ് വിശ്വാസം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദുഃഖ്രാന തിരുനാൾ. ഭാരത കത്തോലിക്കരായ നാം വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ജീവിതത്തെയും പൈതൃകത്തെയും പ്രേഷിത പ്രവർത്തനങ്ങളെയും കുറിച്ച് ആഴമായി ധ്യാനിക്കുന്ന ദിവസം. മറ്റൊരു വാക്കിൽ ധ്യാനിച്ചാൽ, വിശുദ്ധ തോമാസ് ശ്ലീഹ തനിക്ക് ദൈവകരങ്ങളിൽ നിന്ന് ദാനമായി ലഭിച്ച വിശ്വാസം അത് ആത്മാർത്ഥമായി ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് ദാനമായി നൽകുകയും ചെയ്തതിൻ്റെ ഓർമ്മ ആഘോഷമാണല്ലോ ദുഃഖ്രാന തിരുനാൾ. പ്രിയരെ, ദൈവകരങ്ങളിൽ നിന്ന് ദാനമായി നാം സ്വീകരിച്ച വിശ്വാസം നാം ആത്മാർത്ഥമായി ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് ദാനമായി നൽകുകയും ചെയ്യുന്നുണ്ടോ? അതിൽ നാം പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം മെച്ചപ്പെടുത്താൻ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ജീവിതം നമുക്ക് 3 മാർഗങ്ങൾ സുവിശേഷത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമതായി, നമ്മുടെ ജീവിത സാഹചര്യം ഏതായാലും ക്രിസ്തുവിൻ്റെ കൂടെയായിരിക്കാൻ വിശുദ്ധ തോമാസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സന്തോഷങ്ങളിലും സൗഭാഗ്യങ്ങളിലും മാത്രമല്ല, വേദനകളുടെ നടുവിലും തോമാസ് ശ്ലീഹ ക്രിസ്തുവിൻ്റെ കൂടെയായിരിക്കുന്നത് നാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇന്ന് ആവശ്യങ്ങൾ സ്വന്തമാക്കാൻ നാം വിശ്വാസിയാവുകയും ആവശ്യങ്ങൾ സാധിച്ചു കിട്ടിയില്ലെങ്കിൽ അവിശ്വാസിയാകുന്ന ഒരു പ്രേരണ നമ്മളിൽ വർദ്ധിച്ചു വരുന്നു. ഇവിടെയാണ് ഈ ദുഃഖ്രാന തിരുനാൾ ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏതായാലും ക്രിസ്തുവിൻ്റെ കൂടെയായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ വിശ്വാസിയുമെന്ന്. രണ്ടാമതായി, ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തീയ രഹസ്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരായി നാം ജീവിക്കാൻ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ തോമാസ് ശ്ലീഹ അത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി വിശ്വസിക്കുന്നത് നാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ധ്യാനിക്കുന്നുണ്ട്. ഇന്ന് നമ്മളിൽ പലരും ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തീയ രഹസ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകം. ഇന്ന് ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തീയ രഹസ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടെങ്കിലും ഒരുപാട് വിശ്വാസ സംശയങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നാം നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഈ ദുഃഖ്രാന തിരുനാളിൽ വിശുദ്ധ തോമാസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സംശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാതെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരായി ജീവിക്കുവാൻ. മൂന്നാമതായി, നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ ദൈവാനുഭവങ്ങൾ സ്വന്തമാക്കാൻ വാശിയുള്ളവരാകണമെന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഹൂദരെ ഭയന്ന് കഥകടച്ചിരുന്ന മറ്റു ശിഷ്യന്മാർക്ക് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ അനുഭവിച്ച അതേ ദൈവാനുഭവവും തനിക്കും ലഭിക്കണമെന്ന് വാശി പിടിച്ച തോമാസ് ശ്ലീഹായെ നാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ധ്യാനിക്കുന്നുണ്ട്. ഇന്ന് നാം മറ്റുള്ളവരുടെ ദൈവാനുഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും ദൈവമേ അവരെ പോലെ അങ്ങേ അനുഭവിക്കുവാൻ സാധിക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. ആകയാൽ പ്രിയരെ, ഒരു ദുഃഖ്രാന തിരുനാൾ കൂടി നാം ആഘോഷിക്കുകയാണ്. എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും ഏത് പ്രവൃത്തി ദിവസമാണെങ്കിലും ഈ തിരുനാൾ ആഘോഷിക്കാൻ ഭാരത മക്കളായി നാം പരിശ്രമിക്കാറുണ്ട്. എന്നാൽ ഭൗതിക ആഘോഷങ്ങളിൽ മാത്രം ഈ തിരുനാൾ ഒതുക്കാതെ വിശുദ്ധ തോമാസ് ശ്ലീഹായിൽ തിളങ്ങി നിന്ന ക്രിസ്തുവിൻ്റെ കൂടെയായിരിക്കാനുള്ള, വിശ്വാസത്തിനെക്കുറിച്ച് അറിവുള്ളവരാകാനുള്ള, ദൈവാനുഭവങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു ചൈതന്യം നമ്മളിൽ നിറയട്ടെ. എവർക്കും ദുഃഖ്രാന തിരുനാളിൻ്റെ ആശംസകൾ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.